വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത, ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ഞാൻ ഇറ്റലിയിൽ ഒരു ക്രിസ്മസ് ബലിയിൽ പങ്കെടുക്കുമ്പോൾ ഒരു ഇറ്റാലിയൻ വൈദികൻ, അദ്ദേഹമായിരുന്നു മുഖ്യ കാർമ്മികൻ, സുവിശേഷം വായിച്ച ക്രിസ്മസിന്റെ അന്ന്. അതിനുശേഷം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി അദ്ദേഹം ഒരമ്മയുടെ കയ്യിൽ ഒരു ശിശു ഇരിക്കുന്നത് കണ്ടു, ഒരു കുഞ്ഞിരിക്കുന്നത് കണ്ട് ആ കുഞ്ഞിനെ അച്ഛൻ കൈകളിൽ എടുത്തിട്ട് ചോദിച്ചു, ഹു ഈസ് അഫ്രൈഡ് ഓഫ് ദിസ് ചൈൽഡ് എന്ന, ആർക്കാണ് ഈ കുഞ്ഞിനെ ഭയം എന്ന. എല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്കാർക്കും ഭയമില്ല എന്ന. പിതാവായ ദൈവം ഈശോയിലൂടെ, ഉണ്ണി യേശുവിലൂടെയൊക്കെ ലോകത്തോട് പറയുക, ഭയപ്പെടേണ്ട എന്ന. 365 പ്രാവശ്യം ബൈബിളിൽ അത് ആവർത്തിക്കുന്നുണ്ട് എന്നാ പറയുന്നത്. അതിന്റെ അർത്ഥം എല്ലാ ദിവസവും ദൈവം നമ്മളോട് പറയുക, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്ന. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടില്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുമെന്ന്. ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം പോലും ദൈവം നമ്മോട് കൂടെ എന്നാണ്. ഏത് യുഗാന്ത്യം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് ഈശോയും വാഗ്ദാനം ചെയ്യുകയാണ്. പിതാവായ ദൈവം ക്രിസ്തുവിലൂടെ ലോകത്തോട് പറയുന്നത്, ഞാൻ നിങ്ങളെ ശിക്ഷയ്ക്ക് വിധിക്കാനായിട്ട് അല്ല പുത്രനെ അയച്ചിരിക്കുന്നത്, അവനിലൂടെ എല്ലാവരും രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ആണ്. നന്ദി.